തബ്ഷീർക്ക് ഇപ്പോൾ CMC ഇറങ്ങിയിട്ട് കുറേ വർഷങ്ങളായില്ലേ. 58th ബാച്ച് ആയിരുന്നല്ലേ, ഞാൻ 66th ബാച്ച് ആയിരുന്നു. അപ്പോൾ അത്രയും വർഷം കഴിഞ്ഞിട്ടും ലൈക്ക് അന്ന് നീറ്റ് ചെയ്ത ഒരാൾ ഇപ്പോഴും നീറ്റിൻ്റെ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നു. എങ്ങനെയാണ് ലൈക്ക് ആ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന ഇക്വേഷൻസ് എങ്ങനെ ഓർമ്മയുള്ളത്, ആ ഒരു സംഭവം ഒക്കെ ടീച്ചറായിട്ട് എങ്ങനെയുണ്ട്? അതെങ്ങനെ വെച്ചാൽ ഞാൻ ശരിക്കും ഈ ലൈഫ് തുടങ്ങിയത് ശരിക്കും ഭയങ്കര കോമഡി. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തൊരു കാറ് എൻ്റെ കയ്യിൽ നിന്ന് പോയി തട്ടിപ്പോയി. അപ്പോൾ ഇത് തട്ടിപ്പോയ ഈ കാറിൻ്റെ അതായത് അപ്പം അതിൻ്റെ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് പൈസ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. പക്ഷേ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ലൈക്ക് അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതെനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഒരു സ്റ്റിമുലേഷൻ തന്നു. അപ്പം എന്താ പറയുക എനിക്ക് മനസ്സിലായി ഞാൻ ഇതെന്താ പറയുക കുറച്ചും കൂടി ഇതിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫീൽഡാണെന്ന് മനസ്സിലായി. അപ്പം ഇനീഷ്യലി ഇപ്പോൾ ഫിസിക്സ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഫിസിക്സാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ആ സബ്ജക്റ്റിനോടുള്ള ആ ഒരു താല്പര്യം, മെക്കാനിക്സിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫിസിക്സ് എന്നുള്ള ഇതിലോട്ട് എടുത്തത്. പക്ഷേ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക എനിക്കത് കുറച്ചും കൂടി ഒരു വൈഡർ ആസ്പെക്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക പണ്ട് NCERT ഫിസിക്സ് മാത്രം അതിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുള്ളൂ. ഇപ്പം എന്താ എനിക്ക് ഫിസിക്സിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മളുടെ റിയൽ ലൈഫിൽ അതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം എല്ലാം ആറ്റംസ് ആണല്ലോ. അപ്പോൾ ഈ എല്ലാം ആറ്റംസ് ആണ്, അതിൻ്റെ സബ് അറ്റോമിക് സാധനങ്ങളാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷെ നമ്മളതിനോട് ഇഗ്നറൻ്റ് ആണ്. നമ്മളവിടെ എന്താ നടക്കുന്നുള്ളത് നമുക്ക് അറിയാൻ എന്താ പറയുക പലരും ശ്രമിക്കുന്നില്ല, പലരും ഇതാകുന്നില്ല. അപ്പം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര വിയേർഡാണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ്. കാരണം ഇപ്പം റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന ഫിസിസിസ്റ്റ് പറഞ്ഞ നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. കാരണം അത് അത്ര അവിടെ എന്താ നടക്കുന്നത് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഒരേ സമയം ചിലപ്പോൾ 2 പൊസിഷനിലുണ്ടാവാം. അല്ലെങ്കിൽ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയോ ലൈറ്റ് ഇയേഴ്സ് തമ്മിൽ ദൂരമുള്ള 2 പാർട്ടിക്കിൾസ് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ബേസിക്കലി ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഫിസിക്സ് എന്നുള്ളത് എടുത്തതും അതിലൊരു കണ്ടിന്യൂ ചെയ്യുന്നത്.